മാതൃഭൂമിയുടെ അതിർത്തി കാക്കാൻ കാർഗിൽ യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിച്ച കേണൽ വിശ്വനാഥന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ ചമയം 2004. കല്യാണാത്ഭുതഗാത്രായ കവിതാർത്ഥപ്രധായിനേ. ഈ പ്രധായിനി എന്ന് പറഞ്ഞാൽ എന്താ? പ്രധായിനി എന്ന് പറഞ്ഞാൽ യാത്രാസേ മഹം മഹോഹ. ഈ അഹ അവിടെ കിടക്കട്ടെ, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. അപ്പൊ ചാക്യാരി ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പൂണിത്തുറ ഭാഗത്ത് യാത്ര അവസാനിച്ചു. എന്താ അവിടെ നടക്കുന്നത്? ചമയം 2004 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നു. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഇല്ലട്ടോ. കാരണം എന്താ? കലാകാരന്മാരുടെ നാടായിരിക്കുന്ന അല്ലെങ്കിൽ അത്താഘോഷങ്ങളുടെ നാടായിരിക്കുന്ന ഈ തൃപ്പൂണിത്തുറയിൽ ശ്രീ മുന്നത്രേശ്വരന്റെ ഈ തൃപ്പൂണിത്തുറയിൽ ഒരു ആഘോഷം നടക്കുന്നു. എന്താ? കലാകാരന്മാരെ സ്വീകരിക്കുക, ഒപ്പം സ്കിറ്റുകളുണ്ട്, പ്രശസ്തരായ മിമിക്രി ആർട്ടിസ്റ്റ് അവതരിപ്പിക്കുന്ന ആ പരിപാടി കണ്ടപ്പോൾ ചാക്യാർക്ക് സന്തോഷമായി, പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. ചമയം 2004 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രോഗ്രാം എല്ലാവരും കാണണം കേട്ടോ. ഈ ചമയം 2004 എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന് സത്യം പറഞ്ഞ് വളരെയധികം വിഷമമാണ്. തൃപ്പൂണിത്തുറക്കാരെ, അതായത് തൃപ്പൂണിത്തുറയിലുള്ള കലാകാരന്മാരെ മൊത്തം സംഘടിപ്പിച്ചുകൊണ്ടുള്ള അവരെ ആദരിക്കുക മാത്രമല്ലായിരുന്നു, ഇവരുടെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കാണുന്നത് നല്ലത് കണ്ടു. നിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും അണുവലിയുമീറൻ കാറ്റിൽ ഇടഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ കുട്ടനാടിൻ നീളം, കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. തന്നോടു തരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും ചെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൾ, കൊച്ചിവൾ പകൽ നീളേക്കിനാൽ കാണും, മൊട്ടിടും അനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും. കുട്ടനാടിൻ നീളം, കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ, കണ്ണിനു കണിയാകും നിറ പറയോ, പെണ്ണാളു കൊയ്തുവരും കറ്റ നിറപ്പൊലിയാ, നെല്ലറ നിറയേണം മനസ്സുപോലെ, ഉത്സവത്തുടി താളക്കൊടിയേറ്റം, മത്സര കളിവള്ള തിരയോട്ടം,
പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമേറൻ കാറ്റിൽ ഇടഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിനാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. ഇല്ല വച്ചാൽ മതി. ആ പെണ്ണ് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, അവളുടെ ജോലിയുടെ കാര്യമൊക്കെ അതൊക്കെ ശരി. അല്ല അവൾക്ക് ഉണ്ടല്ലോ, ജോലി ഉണ്ടല്ലോ ബാങ്കിൽ. ഓ ശരി, എന്നാൽ ആയിക്കോട്ടെ അല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം അവിടെ കേട്ടോ. ശരി എന്നാൽ ഓക്കെ. തീപ്പെട്ടി തരാം. ഓ ആ തീപ്പെട്ടി എന്നതാ? ആ തീപ്പെട്ടി ഒന്ന് കത്തിച്ചിറങ്ങാൻ തരാം. തീപ്പെട്ടി തരാൻ പറ്റില്ല. ഹലോ, ആ തീപ്പെട്ടി എന്താ ഞാൻ കത്തിച്ചിറങ്ങാൻ തന്നേക്കണോ? തീപ്പെട്ടി തരാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ പറഞ്ഞു. തീപ്പെട്ടി ഉണ്ട്, പക്ഷെ തരാൻ പറ്റില്ല. ആ ചേട്ടാ, തീപ്പെട്ടി എന്താ ഞാൻ കത്തിച്ചിറങ്ങാൻ തന്നേക്കാം. എനിക്ക് വേണ്ട അതിനത്. ഞാൻ കത്തിച്ച ഈ തീപ്പെട്ടി ഇതെന്റെ സിഗരറ്റ്, ഇതെന്റെ തീപ്പെട്ടി പെണ്ണ ഉണ്ട്, പക്ഷെ എനിക്ക് തരാൻ പറ്റില്ല. അതാണ് ചേട്ടാ, ഞാൻ ഒരു കൊള്ളി മതി, എനിക്ക് കത്തിച്ചിട്ട് ഞാനങ്ങ് തന്നേക്കാം. എനിക്ക് പറ്റില്ല ചേട്ടാ, ഞാനത് കൊണ്ടുപോകില്ല, കത്തിച്ചിട്ടങ്ങ് തന്നേക്കാം. ഞാൻ കൊണ്ടുപോകില്ല, സംഭവമൊക്കെ ശരിയാണ്. കത്തിച്ചിട്ട് എനിക്ക് തിരിച്ചു ഒരു കൊള്ളിയോ ഉപയോഗിക്കുന്ന സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ തീപ്പെട്ടി ഉണ്ട്, തരാൻ പറ്റുകയില്ല എന്നാ പറയുന്നത്. തരാൻ പറ്റത്തില്ല. ചേട്ടാ, തീപ്പെട്ടി തന്നാലെന്തല്ല അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ആ തന്നാലെന്തോന്നു? ഈ തീപ്പെട്ടി ഇപ്പൊ ഒന്ന് കത്തിക്കാൻ തന്നാ എന്നാ കുഴപ്പം? എന്താ അല്ല തരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു തീപ്പെട്ടി തന്നു, ഒരു കൊള്ളി എടുത്ത് കത്തിച്ചു, ആ സിഗരറ്റ് പഠിച്ചോണ്ട് താൻ അവിടെ നിന്നു. ശരിയല്ലേ? നിന്ന് കഴിയുമ്പോഴത്തേനും താൻ തീപ്പെട്ടി എന്നാ പിടിച്ചു. തീപ്പെട്ടി എന്നോട് തന്നതിന് ശേഷം പറയും എന്താ ചേട്ടന്റെ പേരെന്ന് ചോദിക്കൂലേ? ഞാൻ ചോദിക്കണല്ലോ. ചോദിക്കുമല്ലോ, ഞാൻ ചോദിക്കും. ചോദിക്കണല്ലോ ചേട്ടാ. എടാ ഞാൻ ചോദിച്ചില്ല, ഞാൻ ചോദിപ്പിക്കുമല്ലോ. ഞാൻ എന്നോട് ചോദിക്കും താൻ ചേട്ടന്റെ പേരെന്നാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഭാർഗവൻ എന്ന് പറയും. അത് എൻ്റെ ഒരു മനസ്സ് ഇത് വെച്ചിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് പറയും എൻ്റെ പേര് ഭാർഗവൻ. പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നായിക്കോട്ട് വിശേഷം. ചേട്ടാ, ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ ചോദിക്കും. നീ ചോദിക്കാന്ന് പറഞ്ഞാൽ തീപ്പെട്ടി തന്നതിക്ക് നീ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും എന്നാ ചേട്ടൻ്റെ പേരെന്ന് ചോദിക്കും. ഭാർഗവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് താൻ ചോദിക്കുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറയും വീട്ടിലാരൊക്കെ ഉണ്ട്, എവിടെ വീട് എന്നൊക്കെ. ചേട്ടാ, ഞാനത് ചോദിക്കണില്ല. ചോദിക്കും, ഇന്നത്തെ കാലമല്ലേ. ഇപ്പൊ ചോദിക്കും ചുമ്മാ. ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടു ചേട്ടൻ്റെ വീട് എവിടെയാന്ന് ചോദിക്കും. വീട് പറഞ്ഞു ഇങ്ങനെ വല്ലാർപാടത്താന്ന് പറയും. വല്ലാർപാടത്ത് ആ വീട് എന്ന് പറഞ്ഞു വീട്ടിലാരൊക്കെ ഉണ്ട്. നീ അങ്ങനെ പറയല്ലേ. അങ്ങനെ കാര്യം ഒരു തീപ്പെട്ടി 50 പൈസയുടെ കേസ് കൊണ്ട് എനിക്ക് തരാൻ പറ്റിയ കാര്യം. വല്ലാർപാടത്തെ വീടെന്ന് പറയുമ്പോഴത്തേനും വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാല്ലേ. ചേട്ടാ, എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ലേ? എടാ കൊച്ചെ, നീ ചോദിക്കും. ഞാൻ ചോദിക്കില്ലേ? ചോദിക്കുന്നു ഞാനല്ല പറഞ്ഞത്. നീ ചോദിച്ചില്ല, ഞാൻ ചോദിപ്പിക്കുമല്ലോ. ഒരു തീപ്പെട്ടി ചോദിച്ചതിന് ചേട്ടി നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചോദിക്കും. അപ്പൊ ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഭാര്യയുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ മോളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ, ഞാനതൊന്നും ചോദിക്കണില്ല ചേട്ടനോട്. ചേട്ടാ, ഞാൻ ചേട്ടനോട് തീപ്പെട്ടിയല്ലേ ചോദിച്ചത്. ചേട്ടന് നീ ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ പിന്നെ അതിനകത്ത് പിന്നെ ഒരു തീപ്പെട്ടി ചോദിച്ചത്. എൻ്റെ മോള് ഡിഗ്രിക്കാണ് പഠിക്കണമെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അതും ഇതൊക്കെ ആയിട്ട് ഞാൻ എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ വരും. ആര്? ചേട്ടാ, ഞാൻ വന്നില്ല വീട്ടിൽ. ചേട്ടാ, തീപ്പെട്ടിയും തന്നത് ഞാൻ അങ്ങോട്ട് വന്നില്ല. പക്ഷേ വരും, അതല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ കേസ്. വീട്ടിലേക്ക് വരും, വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അതല്ലേ അതാ പറഞ്ഞു കൊണ്ടുപോകും. സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ കൊണ്ടുപോകും. വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു ഗ്ലാസ് വെള്ളം താ. ചേട്ടാ, വെള്ളം എനിക്ക് വേണ്ട. ഞാൻ വെള്ളമൊന്നും ചോദിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ ദാഹം വരും. അത്രയും നമുക്ക് നടന്നു പോകേണ്ട വരില്ല. അത്രയും ദാഹം വരും. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കും. ഇനി വെള്ളം വേണ്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ മാനുഷിക അനുസരിച്ച് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരും. സ്വാഭാവികമായിട്ട് തരും. അത് ഞാൻ കുടിക്കുകയും. ചേട്ടാ, എനിക്ക് വേണ്ട. ഇനി കുടിക്കില്ല. കാര്യം തീർന്നില്ല. നീ കുടിച്ചില്ല, ഞാൻ കുടിപ്പിക്കൂലേ. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു തീപ്പെട്ടി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തീപ്പെട്ടി ചോദിച്ചതിനായി പറയണേ. ഒരു തീപ്പെട്ടി ചോദിച്ചതിന്റെ കേസായി പറയണേ. അപ്പൊ എങ്ങനെ ചോദിച്ചു ഈ വെള്ളം കുടിപ്പിക്കും. എനിക്ക് വെള്ളം വേണ്ട. നീ കുടിക്കും. അങ്ങനെ വെള്ളം കുടിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് വർത്താനൊക്കെ പറയും. എന്തെങ്കിലും പറമ്പിന് എന്തൊരു അതിർത്തിയുണ്ട്.
പറയണ വെള്ളം എടുക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചു പിടിച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി അവിടെ നോക്കി ഇവിടെ നോക്കി 4 ദിക്കും ഒക്കെ ഒന്ന് ശരിയാക്കി കാണിച്ചു വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ചെറിയ വിശപ്പ് ഒരു 12 മണിയോളം ടൈമാവും. എനിക്ക് വിശക്കില്ല. നീ മിണ്ടല്ല മിണ്ടിട്ടോട്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു പിടിച്ചു വന്ന് കഴിയുമ്പോഴത്തേനും ഭക്ഷണത്തിന്റെ സമയമാവും. ഭക്ഷണം എടുക്ക ഭക്ഷണം ഞാൻ പറയും. അങ്ങനെ സ്വാഭാവികമായിട്ടും മോൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമല്ലോ. ചേട്ടാ എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കില്ല, ഞാനതൊക്കെ കഴിച്ചതാണ്. അതല്ല ഇപ്പൊ നീ തീപ്പെട്ടിയല്ലേ ചോദിച്ചേ? അതിന്റെ കാര്യം തന്നെ പറയണത്. നീ ഭക്ഷണം നീ കഴിച്ചിട്ട് ഞാൻ കഴിപ്പിക്കും. ചേട്ടാ ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് ചേട്ടൻ ഇതൊക്കെ പറഞ്ഞിട്ട് പറയട്ടെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ. നീ മിണ്ടരുത്. നീ ചുമ്മാ ഇങ്ങനെ തീപ്പെട്ടി കഴിച്ചാ പോരാഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ സംഗതി ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് വെക്കും. ഡൈനിങ് ടേബിൾ നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേനും എന്റെ സുന്ദരിയായ ഡിഗ്രിക്ക് പഠിക്കുന്ന എന്റെ മകള് ഭക്ഷണം കൊണ്ട് വെക്കും. ഈ ഭക്ഷണം കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നീ ഒന്നെ പെണ്ണിനെ നോക്കും. ഓക്കെയല്ലേ? ചേട്ടാ ഞാൻ നോക്കില്ല. നീ നോക്കും. നിന്റെ സ്വഭാവം അനുസരിച്ച് നിന്റെ സൈസ് അനുസരിച്ച് നീ നോക്കൂന്ന് ഞാൻ പറയുള്ളൂ. ചേട്ടാ ഞാൻ തീപ്പെട്ടിയല്ലേ ചോദിച്ചാ. ഞാൻ പറയട്ടെ, നീ മിണ്ടല്ലേ, നിന്റെ ഇടിക്കാൻ പൂമേ പറയും. അങ്ങനെ പറയാനായിട്ട്. അപ്പൊ നീ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് വെക്കുന്ന എന്റെ പെണ്ണിനെ നേരെ നോക്കി കഴിയുമ്പം എന്റെ മകള് നിന്റെ നേരെ ഒന്ന് നോക്കൂലേ? നോക്കൂലേ? ചേട്ടാ അത് ചേട്ടൻ നോക്കും. എന്റെ പെണ്ണാണ് നോക്കിയിരിക്കും. അപ്പൊ ആ 2 കണ്ണുകൾ തമ്മിലൊന്ന് ഇടപെടും. നീ മിണ്ടണ്ട, നീ മിണ്ടിപ്പോയത്. അങ്ങനെ എന്റെ പെണ്ണും നീയുമായിട്ട് ചെറിയൊരു ലപ്പാവും. ചേട്ടാ ഞാൻ അത്രക്കാരനല്ല. നീ അത്രക്കാരൻ തന്നെ, ഞാൻ പറഞ്ഞു വരട്ടെ. അങ്ങനെ നീ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെ നിന്ന് കേൾക്കുന്ന സമയത്ത് എന്റെ കൊച്ചു നീയുമായിട്ട് ലൈനായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നീ അങ്ങോട്ട് ഇപ്പൊ തുണിയും തട്ടി അവിടെ ഇറങ്ങി പോകുമ്പോൾ കഴിയുമ്പോഴത്തേനും അവളെ എന്നോട് പറയും, മിനിയാന്ന് അപ്പച്ചൻ്റെ കൂടെ വന്ന ചെറുക്കനുമായിട്ട് എനിക്ക് സ്നേഹമാണ്. അത് സ്നേഹിച്ച് ചെറുക്കൻ എനിക്ക് കല്യാണം കഴിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ വാശി ഒരിക്കലും കളയാത്താണ്. എന്ത് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാലും മേടിച്ചു കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് ആണും പെണ്ണുമായിട്ടുള്ള ഒറ്റ മോളമുണ്ട്. അവൾ എന്നോട് പറയുകയാണ് നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നായിടാ. ഞാൻ പറയട്ടെ, അങ്ങനെ കല്യാണം കഴിക്കാൻ ആയിട്ട് അവള് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു തീപ്പറ്റി 50 വയസ്സായിട്ട് തീപ്പറ്റി മേടിക്കാൻ വകുപ്പില്ലാത്ത നിനക്ക് എങ്ങനെയാണ് പെണ്ണിനെ കടിച്ചാൽ പോയി. ढोल मंजीरा बाजे रे काढ़ी तीजरा घाघरा नजारो बाजे रे
കഴിഞ്ഞ 36 വർഷമായിട്ട് ഈ നല്ല പാട്ടുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാൻ നശിപ്പിച്ച പാട്ടൊരു പാട്ടാണ്. ഉണരു വേഗം നീ സുമറാണി വന്നു കാമുകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ. ഉണരു വേഗം നീ സുമറാണി വന്നു കാമുകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേന്മലരേ മലരേ. ഈ ഗാനത്തിനൊരു പാരഡിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പെണ്ണുണ്ട്, 30 വയസ്സായി, അതിനെ കല്യാണം കഴിഞ്ഞ് വിട്ടില്ല. അവളുടെ കൂട്ടുകാരികളെയൊക്കെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിവാഹം കഴിച്ചു വിട്ടു. മനപ്രയാസം മാത്രം കൈമുതലായ പെണ്ണൊരു നിശ്ചയനിശബ്ദതയിൽ കട്ടിലും ചാടി ഇറങ്ങി വെളിയിലേക്ക് വന്ന് കിണറ്റിലേക്ക് ചാടാൻ പ്ലാൻ ഇട്ടു, ചാടിയില്ല. ആ കയറഴിച്ചെടുത്തുകൊണ്ട് പെണ്ണ് വീടിൻ്റെ പുറകുവശത്തുള്ള പ്ലാവിൽ കുടുക്കിട്ട് തൂങ്ങിച്ചാകാൻ വേണ്ടി അങ്ങ് നിൽക്കുകയാണ്. കൂടെ കിടന്ന അമ്മ തപ്പി നോക്കി മകളെ കണ്ടില്ല. ഒരു 15 ബാറ്ററിയുള്ള ടോർച്ച് എടുത്തുകൊണ്ട് വന്നു. 15 ബാറ്ററിയുള്ള ടോർച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ കിണറ്റിലേക്ക് അടിച്ചപ്പോഴത്തേക്ക് വെള്ളം കിടന്നിളകുന്നുണ്ട്. തൊട്ട് താഴെ പോയതാ. മകളെ കാണുന്നില്ല. മോളെ എന്നും പറഞ്ഞ് അമ്മ ഈ ടോർച്ച് അടിച്ചുകൊണ്ട് ഇങ്ങനെ വീടിന് ചുറ്റും കറങ്ങിയപ്പോഴത്തേക്ക് ആ പ്ലാവിൽ അങ്ങനെ കുടുക്കിട്ട് മകൾ നിൽക്കുകയാണ്. കുടുക്കിട്ട് നിൽക്കുന്ന മകളെ കണ്ടപ്പോഴത്തേക്ക് മാതൃഹൃദയം തകർന്നു. അവർ പൊട്ടിക്കരഞ്ഞു. മോളെ നീ എന്തായി കാണിക്കുന്നത്? അതിനേക്കാൾ കൂടുതൽ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ആ മകൾ അമ്മയോട് പറയുകയാണ്, അമ്മേ എനിക്ക് 30 വയസ്സായമ്മേ. ഉയരെ കയറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലായി കുടുക്കിട്ട് തൂങ്ങിച്ചാവുക. ഉയരെ കയറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലായി കുടുക്കിട്ട് തൂങ്ങിച്ചാവുക. മദറേ എൻ മദറേ മദറേ. മുപ്പത് വയസ്സെനിക്കായി, 30 വയസ്സെനിക്കായി. മോളിക്ക് കുട്ടികൾ 3 അയലത്തെ വീട്ടിലെ ഗ്രേസി 3 4 കെട്ടി. എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ? പറയൂ ഞാൻ പ്ലാവേ തൂങ്ങണോ? പറയൂ ഞാൻ പ്ലാവേ തൂങ്ങണോ? മദറേ എൻ മദറേ മദറേ. ഇടയ്ക്കൊക്കെ നരച്ചത് കണ്ടോ? ഇടയ്ക്കൊക്കെ നരച്ചത് കണ്ടോ? എന്റെ കണ്ടടം കറുത്തത് കണ്ടോ? ഗ്ലാമർ കുറഞ്ഞത് കണ്ടോ? എന്റെ മെയ്യൊക്കെ മെലിഞ്ഞത് കണ്ടോ? എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ? ഒളിച്ചോടി പോണോ തൂങ്ങണോ? ഒളിച്ചോടി പോണോ തൂങ്ങണോ? മദറേ എൻ മദറേ മദറേ. നേരം ഒരുപാട് ഇനിയിപ്പോ ഇത് എവിടെ പോയി? അവനത് അവിടെ ഉണ്ടാവോ? ദൈവത്തിനറിയോ. ഷാജി എന്റെ അമ്മേ, എന്ത് ജീവിയാണിത്? ഒരു കല്ലെടുത്തെറിയാം.
ഇപ്പം എൻ്റെ ലിവർ ഒടിഞ്ഞേനെ, ആരും കണ്ടില്ല. ഓ വേർപ്പേ സലാം. ഈശ്വര, ഈ കാലിൽ ഇത്തിരി ഷോക്ക് വെക്കണം. പ്രകൃതിക്കുരുമ. ഈ കൈ വലിച്ചു നീട്ടി എൻ്റെ കൂമ്പ് വാടി. ഇതൊരു കാറല്ലേ, ഒന്ന് പൊക്കി നോക്കിയാലോ. എൻ്റെ അമ്മേ, നിക്കറഴിഞ്ഞെന്ന് തോന്നുന്നു. തള്ളിയാലോ. തള്ളിയിട്ടും കയറുന്നില്ലേ. ധിക്കാരം എന്നോടോ. ഇന്നാ പിടിച്ചോ. ഇനിയും നീ എൻ്റെ അടുത്ത് മൽപ്പിടുത്തത്തിന് വരരുത്. വേണ്ട, ആരും കണ്ടില്ല. എന്ത് പണ്ടാരം ഇത്. എൻ്റെ അമ്മേ.
കള്ളി സർട്ട് വലിയ പുള്ളിയാ. ചേട്ടാ ആ കാണില്ലേ ഉവ്വ. സൂര്യനാണ് ചന്ദ്രനാണ് അത് ഏത് ദാ തെളിഞ്ഞേക്കണ ആകാശത്ത്. ആരാ? അല്ല, അത് മഹേന്ദ്രനാ. ചേട്ടൻ മനസ്സിലായില്ലെന്ന് തോന്നണല്ലേ? ഏതാ? ദാ തെളിഞ്ഞേക്കണേട്ടാ. എടാ, സൂര്യനാണ് ചന്ദ്രനാണ് നമ്മൾ ഈ നാട്ടുകാരനല്ല. ആ ചേട്ടനോട് ചോദിക്ക്, നമുക്കറിയാൻ പാടില്ല. അത് ഞാൻ ഈ നാട്ടുകാരനല്ല, നീ ഈ നാട്ടുകാരോട് ചോദിച്ചോ. എന്താ നിന്റെ പരിപാടി? ശരിക്കും ഞാൻ അത് ചോദിക്കാൻ വന്നല്ല. പിന്നെ എന്റെ പെങ്ങള് രമണിയില്ലേ, അത് ട്യൂഷൻ കഴിഞ്ഞ് ഇതിലെ പോയാ കണ്ടേട്ടൻ? മണ്ടൻ. എടാ, നിന്റെ പെങ്ങള് രമണി ഇതിലെ പോയി കഴിഞ്ഞാ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവോ? അത് ശരി. അപ്പൊ എന്റെ പെങ്ങളുടെ പുറകെ കിടന്ന് കളിയാക്കണ നീയാണല്ലേ? പിന്നെ രണ്ട് ഓക്കൃതം കാണിക്കണ ചേട്ടൻ. നീ ചേട്ടൻ തന്നെയാണ്. ആള് ശരിയല്ല. നീ അത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. എടാ, 10-25 വർഷമായിട്ട് ഈ ചേട്ടൻ എനിക്ക് അറിയാവുന്നതാണ്. ചേട്ടൻ ഇവിടെ കുടിച്ചു വരും, അത് കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഒരു മനുഷ്യന്റെ മേത്തോട്ട് ഈ പാവം വെക്കിട്ട് കയറിയല്ല. നീ അവനെ അടിച്ചാണ്ടല്ലേ അടിച്ച് ടൈപ്പ് ചേട്ടാ. വല്ലതും പറ്റിയേട്ടാ? അടിച്ചല്ലേ? ചേട്ടാ പേടിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. എടാ, നീ ഇവിടെ നീ പോയിക്കാ, നീ പോ. നീ അത് കൂടുതൽ സംസാരിക്കണ്ട. ചേട്ടനെ തല്ലി ഇവനുണ്ടല്ല, ഇവൻ പോക്കിരിയാണ്. ചേട്ടൻ നിരപരാധിയാ കേസിൽ. ചേട്ടൻ വെറുതെ അടി കൊണ്ടാണല്ലോ. അപ്പൊ ചേട്ടൻ നിരപരാധിയാണ്, ഇവൻ പോക്കിരിയാണ്. ഇത് നിൽക്കണവൻ. നിന്റെ അപ്പനാടാ നിരപരാധി. വെറുതെ അടി കൊണ്ട ഞാൻ നിരപരാധി എന്നല്ലേ? നീ അവനും നിങ്ങളെ എല്ലാവരും നിരപരാധികളാ. നിന്റെ കുടുംബക്കാരും മുഴുവൻ നിരപരാധികളാ. എന്റെ പൊന്നു ചേട്ടൻ നിരപരാധി എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കരുത്. നിരപരാധി എന്ന് പറഞ്ഞാൽ ഒരാളും അതുപോലെ അത്രയും വൃത്തികെട്ട തെറി പറഞ്ഞിട്ടില്ല. ചേട്ടൻ നിരപരാധി. എന്റെ പിന്നെ ശരീരം പറിച്ചിട്ട് പാടില്ല. ചേട്ടൻ നിരപരാധി എന്ന് തെറ്റ് ചെയ്യാത്തോണ്ട് അർത്ഥം അതായിരുന്നോ? പിന്നല്ലാതെ ഞാൻ കരുതി അലവലാതിപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അല്ല, പിന്നെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യാൻ വന്ന് എന്റെ മേത്തോട്ടായിപ്പോ. ശരി, മനസ്സിലായില്ല. ഇതൊക്കെ പോട്ടെ. ചേട്ടന് ചോദിക്കണമെന്നും വിചാരിക്കരുത്. കുട്ടികൾ എത്ര പേരുണ്ട്? ഒരാള്. അതിലെങ്കിലും നല്ല മാന്യനാണെന്ന് മനസ്സിലായി. ദൈവം, ചേട്ടൻ ഇന്നത്തെ കാലത്ത് ആരാ ഒരു ഡസം പിള്ളേരൊക്കെ? എന്റെ ദൈവം. എന്റെ വീട് എവിടെ? വീട് എവിടെയാ? ഇടുക്കി. എന്റെ വീട് ഇരിക്കുന്നിടത്ത് കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ലേ? എടാ, എന്റെ വീട്ടില് TV ഉണ്ടോ? കേബിൾ കണക്ഷൻ ഉണ്ടോ? ഇനി അത് പോട്ടെ. എന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിനകത്ത് ഒരു സിനിമ തിയേറ്റർ ഉണ്ടോടാ? ചേട്ടാ, ഇതിനൊക്കെ ഈ കുട്ടികളായിട്ട് എന്താ ബന്ധം? വേറൊരു നേരം ബുക്കുണ്ടായില്ലടാ. ഈ 12 പിള്ളേരുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ പിള്ളേര് ചോദിക്കൂലേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ? ചേട്ടൻ ചോദിക്കും. പക്ഷെ അവർക്ക് വേണമെങ്കിൽ അവര് പണിയെടുത്ത് കുടിച്ചോട്ടെ. എന്റെ ഒരു തുള്ളി ഞാൻ കൊടുക്കും. ചേട്ടനെ സത്യം പറഞ്ഞ ഇങ്ങനെ കുടിച്ച് അവസാനം മരിച്ചു പോട്ടെ. ഞാൻ പറയാം, അത്രക്ക് എക്കോട്ട് ഇങ്ങനെ പറയണ്ട. കുടിച്ചെന്ന് പറയണ്ട. പിന്നെ കുടിച്ച് മരിക്കും പറഞ്ഞാൽ മതി. എന്താറിയോ? എടാ, ഞാനൊരു വണ്ടി ഇടിച്ചു മരിക്കുകയാണെങ്കിൽ ഇടിച്ച് മരിച്ചെന്ന് പറയോ? അങ്ങനെ പറയില്ല. അപ്പൊ കുടിച്ച് മരിച്ചെന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ഇതെല്ലാം പോട്ടെ. ചേട്ടൻ കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. അതായത് ചേട്ടൻ ഒരു അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുണ്ട്. ഈ അമ്മ എന്ത് പറഞ്ഞാലും ഫലിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഫലിക്കും. അറിയാമോ എനിക്ക്? ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും ഫലിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്തേട്ടൻ ഭാർഗവൻ അറിയാലോ എനിക്ക്? ഭാർഗവൻ എനിക്കറിയാം. ഭാർഗവൻ കല്യാണം കഴിച്ച്, എന്റെ മൂത്തേട്ടൻ ഭാർഗവൻ കല്യാണം കഴിച്ച് 3 കൊല്ലായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണുന്നില്ല. നേരാത്ത വഴിപാടും നേർച്ചകളും ഒന്നുമില്ല. പക്ഷേ എന്റെ അമ്മ നെഞ്ചത്തടിച്ചൊരു ഒറ്റ പ്രാർത്ഥനയാണ്. എന്റെ തേമേ, എന്റെ ഭാർഗവൻ ഒരു കുഞ്ഞിക്കാല് കാണിക്കുന്നത്. ഫലിച്ചു. ദോഷം പറയരുത്. 10 മാസം ഒന്ന് പ്രസവിച്ചു. ഫലിച്ചപ്പോ ഒരു കുഞ്ഞിക്കാല് മാത്രം ഉണ്ടായുള്ളൂ മാത്രം. പിന്നെ വേറൊരു സംഭവം. രണ്ടാമത്തെ ചേട്ടൻ ബാലൻ ചേട്ടന്റെ 3 ഗ്രാമങ്ങളും ബാലൻ ചേട്ടനും കൂടി മകരമാസത്തിൽ നമ്മുടെ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകാൻ തേങ്ങ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഭക്തിയോടുകൂടി നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മ നെഞ്ചത്തടിച്ചിട്ട് ഒറ്റ പ്രാർത്ഥനയാണ്. എന്റെ തേമേ, എന്റെ കുട്ടികൾക്കൊന്നും പറ്റല്ലേ. സാധാരണ എല്ലാ അമ്മമാരും പറയുന്നതാണ്. ദോഷം പറയരുത്. പോയിട്ട് 10 കൊല്ലം ഒറ്റണം തിരിച്ചു വന്നിട്ടില്ല. ചേട്ടാ, ഞാൻ ശരിക്കും പറഞ്ഞ ചേട്ടന് തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നത് ഒരു നല്ലൊരു കാര്യം പറയാൻ വേണ്ടി സത്യം പറഞ്ഞ ഇവിടെ വന്നത്. ചേട്ടനെ കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലാറുണ്ട്. എങ്ങനെ എത്തണേ? മോഹൻലാൽ 6-ാം തമ്പുരാനിൽ പറഞ്ഞാൽ ഒരു ചെറിയ പെഗടിക്കുന്ന മോഹമായിട്ട് ഞാൻ ബെൻഹറി ചെല്ലും. ഓക്കെ അല്ലേ? ബെൻഹർ അവിടെ ചെന്ന് കഴിയുമ്പോ ഒരു ഫുള്ളടിച്ച് അവിടെ തന്നെ കിടക്കും. വിഷ്ണു. ശരിയാണോ ചേട്ടാ?
ഇങ്ങനെ കാണയിലും ഓടയിലും വഴിയിലേക്ക് കിടന്നുറങ്ങുന്നവരെ വീട്ടിലെത്തിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു സുപകരണം കണ്ടുപിടിച്ചത്. ഒരു പറഞ്ഞ മന്ത്രി ഇവിടെ എത്താന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ അത് കണ്ടിട്ട് എന്തായാലും പോകാൻ പാടുള്ളൂ. നമ്മുടെ മന്ത്രി പറഞ്ഞു നിൽക്കൽ ആളിങ്ങടെ എത്തിക്കഴിഞ്ഞു. മന്ത്രി എത്തിക്കഴിഞ്ഞോ? ചേട്ടാ ഇവിടെ നിൽക്ക്. ചേട്ടൻ ഇവിടെ നിന്ന്. സാറേ, അവരൊക്കെ പാമ്പായി തുടങ്ങിയിരിക്കുകയാണ്. ആ ഉപകരണം ഒന്ന് കാണിച്ചാൽ. ആദ്യമായിട്ട് തൃപ്പൂണിത്തുറക്കാർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും മദ്യപാനികളുടെ ശല്യമാണ്, മാത്രമല്ല ഗുണ്ടകളുടെ ശല്യമാണ്. ഇന്ന് എവിടെ ചെന്ന് നോക്കിയാലും വെള്ളം അടിച്ച് മദ്യപിച്ച് ലെക്കില്ലാണ്ട് ലെവലില്ലാണ്ട് ഉടുതുണി പോലും ഇല്ലാണ്ടെന്ന് കേരളത്തിൽ ഒരുപാട് മദ്യപാനികൾ റോഡുകളിൽ കിടക്കാറുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഉടുതുണി ഇല്ലാണ്ട് കിടക്കണ കണ്ടതൊക്കെ എൻ്റെ തലയിലാണ്. അതെന്താ സാറേ അത്? ആര് തുണിയില്ലാണ്ട് കിടക്കണുണ്ടല്ലോ അതൊക്കെ ഞാനാണെന്നാണ് എല്ലാവരും പറയണത്. അതെന്താണത്? മറ്റേ പ്രശ്നം സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് കാരണം ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം, ഹൈക്കമാൻഡിന്റെ അഭിപ്രായ പ്രകാരം ഞാനൊരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മദ്യപിച്ച് മുണ്ടില്ലാണ്ട് ലെക്കില്ലാണ്ട് റോഡിൽ കിടക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാനായിട്ടുള്ള ഒരു ഉപകരണം ഞാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പാമ്പുകളെ വീട്ടിലെത്തിക്കാനുള്ള ഉപകരണം എടുക്കട്ടെ? എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. ആൾക്കാർ ഇത് കാണാൻ ആകാംക്ഷയോടെ. ഒരു മിനിറ്റ്.
ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നല്ലേ, ഞാനെന്നൊറ്റയ്ക്കു നിന്നല്ലേ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നല്ലേ, ഞാനെന്നൊറ്റയ്ക്കു നിന്നല്ലേ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാൻ കണ്ണീരിൻ കാവലിൻ നൂളിയാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാൻ കണ്ണീരിൻ കാവലിൻ നൂളിയാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോ മച്ചകത്താരോ തേങ്ങി പറക്കുന്നതമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നല്ലേ, ഞാനെന്നൊറ്റയ്ക്കു നിന്നല്ലേ. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു, കുഞ്ഞി കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു, കുഞ്ഞി കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നല്ലേ, ഞാനെന്നൊറ്റയ്ക്കു നിന്നല്ലേ, ഒറ്റയ്ക്കു നിന്നല്ലേ, ഞാനെന്നൊറ്റയ്ക്കു നിന്നല്ലേ, ഒറ്റയ്ക്കു നിന്നല്ലേ, ഞാനെന്നൊറ്റയ്ക്കു നിന്നല്ലേ. மலர்களே மலர்களே மலரவே
सेरा ओ चिक्के ओ बक्के ओ गीत जीत गया हो गल मिलके बंगला पाया साड़ा शहर जीते त्रिविधा ता ता त्रिविधा ता ता गुम तनक गुम तनक गुम तनक ता गुम तनक गुम तनक गुम तनक ता 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 கொடுவா மீச அருவா பார்வை ஆறுமுகந்த கைய வச்ச தூள் பல்லு தங்க பல்லு அழுத பல்லு சிங்க பல்லு தூள் சோடா என்ன போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்னும் யாரும் வந்தா சோட கொடுப்பேன் தூள் சோடா என்ன போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்னும் யாரும் வந்தா சோட கொடுப்பேன் தூள் அட்ரஸுக்கு நான் தூள் கொடுவா மீச அருவா பார்வை ஆறுமுகந்த கைய வச்ச தூள் களவா பல்லு ரங்க பல்லு அடுத்த பல்லு சிங்க பல்லு தூள் கண்டிப்பா கோட்டையே புடிச்ச தந்தூள் கட்டபொம்மன் பேரன்ன தொட்டதெல்லாம் தூள் காட்டு தேக்கு தேகந்தான் காட்டு தேக்கு தேகந்தான் கெட்டதெல்லாம் தூள் எட்டதுக்கு என் பாட்டு வெட்டு தேக்கும் தூள் கைய வச்ச தூள் பல்லு ரங்க பல்லு அடுத்த பல்லு சிங்க பல்லு தூள் வாடா நீ வேலை ஏறி வாடா ஏ கிட்டா கிண்டா 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 மானுக்கு கொம்புடா யானுக்கு தந்தண்டா மட்டாயம் தருவே அன்புடாது சிங்கண்டா திருண்டா சித்தை தம்பாயுண்டா என்னோட பலமெல்லாம் திரண்டாது சுடல் போட்ட கோணியிலே கொலை இருந்தாது தாகம் வந்த கேணியிலே ஏதாகம் வந்த கேணியிலே தண்ணி இருந்தாதூள் காலம் முன்னை ஏணியிலே ஏற்றி வைக்கும் தூள் அட்ரஸுக்கு நான் தூள் கொடுவா மீச அருவா பார்வை ஆறுமுகந்தா கைய வச்ச தூள் கடவா பல்லு அங்க பல்லு அடுத்த பல்லு சிங்க பல்லு தூள் சோடா என்ன போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்னும் யாரும் வந்தா சோட கொடுப்பேன் தூள் சோடா என்ன போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்னும் யாரும் வந்தா சோட கொடுப்பேன் தூள் அட்ரஸுக்கு தூள் தூள் എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്കി. എടാ കൊച്ചു മരിച്ചു കിടക്കണ ഒരു മനുഷ്യനായ ഞാനെങ്ങനെ കരയാതിരിക്കും? എടാ വന്നതൊക്കെ വന്നതിനെക്കുറിച്ച് എന്ത് വന്നു? ആ തള്ളയുടെ ശ്രദ്ധ കൊണ്ടല്ലേ കൊച്ചു മരിച്ചത്. എടാ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചും കുറച്ച് കണ്ടും ഒക്കെ പാല് കൊടുക്കണം.
ഈ പറഞ്ഞ ശശികല ചേച്ചി ഈ വരാൻ തരുന്ന കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ പലതവണ ഞാൻ വന്നെത്തി നോക്കിയിട്ടുണ്ട്. പലതവണ ഞാൻ പറഞ്ഞിട്ട് ശശികല ചേച്ചിനോട് ഇങ്ങനെയല്ല പാല് കൊടുക്കേണ്ടത്, കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടു വേണം പാല് കൊടുക്കാൻ. ഞാൻ അതാണ് ഞാനൊരു കൊച്ചിന് മരിച്ചു പോയത്. അല്ല നീ പറഞ്ഞ ഈ പറവൂർക്കാട്ട് ആ സദാശിവനെ വിളിച്ചത് ഇതാണ്. അവൻ ഫുൾ ടൈം വെള്ളം അവൻ ആമ്പിൽ പറിക്കാൻ പോയില്ല. ആ ഇതാണ് ഈ പറഞ്ഞത്. നമ്മൾ സത്യം പറഞ്ഞ കൊച്ച് അതുപോലെ ഈ റീത്ത് വെക്കുന്ന കാര്യം പറഞ്ഞു. ബാലവേദിയിൽ ആൾക്കാരൊന്ന് റീത്ത് വെച്ചാൽ എന്താ എടാ കൊച്ചു ഡൈ ആയി കിടക്കണം. ചേട്ടാ എന്താ ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര കുശുഷാന്ന് പറഞ്ഞോണ്ടിരിക്കണ? എന്റെ പൊന്നിട്ടോട്ട് കൊച്ചു മരിച്ചു ഇവിടെ. കൊച്ച് മരിച്ചു. കൊച്ചു മരിച്ചു? ആ എന്ത് പറ്റാ? അമ്മ പാല് കൊടുത്തപ്പോ പാല് ശിരസി കയറി കൊച്ചു മരിച്ചു പോയി. കൊച്ചിന് പാല് കൊടുത്തപ്പോ പാല് ശിരസി പോയി. ആണല്ലേ? ആ ഇങ്ങനെ സംഭവം ഭയങ്കരമായി പോയിട്ട് അതാണ് ആൾക്കാർക്ക് കൂടിയിരിക്കണേ. എത്ര വയസ്സുള്ള കൊച്ചാ? കൊച്ച് 2 വയസ്സുള്ള കൊച്ച്. എന്തൊക്കെ ഈ ലോകത്ത് എന്തൊക്കെ നടക്കണത്? ശരിക്കേ എവിടെ ചേട്ടനുണ്ട്? ഇപ്പൊ പറഞ്ഞ ചേട്ടനാണോ? അതെ ഞാനാ. അതല്ലേ? അതെ. ഈ പാല് ശരിച്ച് പോയെന്നല്ലോ പറഞ്ഞത്. അതെ. ഈ പാല് ശരിക്ക് എങ്ങനെ ഇരിക്കണേ? പാല് ഇയാൾ എന്താ പാലിന്റെ ഇതല്ലേ? പാല് എങ്ങനെ ഇരിക്കണത്? എനിക്ക് കണ്ണ് കാണാൻ പാടാത്ത ആളാണ്. അതുകൊണ്ട് കണ്ണ് കാണാൻ പാടില്ല. അതല്ലേ ഇത് വെച്ചാണ് ക്ലാസ് വെച്ചാണ്. പറഞ്ഞാല് നമ്മുടെ വെളുത്തിരിക്കും. വെളുത്ത് നിറത്തല്ലേ? ശരി കേട്ടോ. ഭയങ്കര കഷ്ടമായി. എനിക്ക് സംശയമല്ല ഈ മൊഹമ്മേന ടീമും പുത്തനങ്ങാടിലെ ടീമും തണ്ണീർമുഖത്തെ ടീമും ഒറ്റ ടെമ്പോയിൽ എങ്ങനെ വരും? നമുക്കൊരു 22 സീറ്റിലൊരു മിനി ബസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ബിരിയാണി. എടാ അതിനകത്താണ് മറ്റേ മുരളിയില്ലേ, ബിരിയാണി വേണം. ഞാനിവിടെ ഉണ്ട്. ചേട്ടാ അതെ ഈ പാല് ശരസി പോയെന്നല്ല പറഞ്ഞത്. അതെ പാല് വെളുത്തിരിക്കുന്നു പറഞ്ഞില്ല. ഈ വെളുപ്പ് ശരിക്കും എങ്ങനെയായിട്ടായിരിക്കണം? വെളുപ്പ് അങ്ങനെ ഇരിക്കും. എനിക്ക് കണ്ണ് കാണാൻ പാടാത്തോണ്ട് ചോദിക്കുന്നുണ്ട്. വെളുപ്പ് അങ്ങനെ ഇരിക്കും. വെളുപ്പ് പാലും അതായത് ഈ വെളുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആകാശമില്ല, ആകാശം ഇവിടെയാണോ? ആകാശം ആര് കാണാനായിട്ടാ? ആകാശം പോലെ ഇരിക്കും ഈ വെളുപ്പ് എന്ന് പറഞ്ഞാൽ. ആകാശം ആകാശം വെളുത്തായിരിക്കും. അതുപോലെ ഇരിക്കുമല്ലേ? അത് തന്നെ ആകാശമല്ലേ? ചേട്ടാ ഒരു ആകാശം വെളുത്തിരിക്കും. ശരിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കുമരകത്തുള്ള മറ്റേ ഇവനില്ലേ, നമ്മുടെ സിറാജ് അല്ലടാ, അവന്റെ അനിയനുണ്ടല്ലോ സിനോജ്. അവന്റെ കാര്യം സംശയം. അവൻ ഫുട്ബോൾ കളിക്കാൻ അതാണ് എനിക്ക് പ്രശ്നം. ഇപ്പൊ അവന് ഈ വന്ന വഴിക്കുമ്പോഴും കളർ ഷാപ്പ് കയറി വരും. കാരണം അവന്റെ സ്വഭാവം കറിയല്ല. ഞാൻ തന്നെ ചേട്ടാ. അതെ എനിക്ക് സംശയം. എനിക്ക് കൊച്ചു മരിച്ച എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കൊച്ചു മരിച്ചു. അപ്പൊ ഈ ആകാശം എന്ന് പറഞ്ഞില്ല, മറ്റേ വെളുപ്പ് ആകാശം പോലെ ഇരിക്കുന്നല്ലേ? ആകാശം പോലെ ഇരിക്കും. ഈ ആകാശം എങ്ങനെ ഇരിക്കുന്നത്? എന്റെ പൊന്നിട്ട് ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെളുത്ത് കൊക്കില്ലേ, കൊക്ക് ആ പഴഞ്ചൊല്ല് വെളുത്ത് കൊക്കിനെ പോലെ ഇരിക്കുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ? അങ്ങനെ വെളുത്ത് കൊക്കിനെ പോലെ ഇരിക്കും. അത് തന്നെ. ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ കൊച്ചിത്ര കഴിയുമ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരെ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ ശവപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. ഡെക്കറേഷൻ കുറവുണ്ട് പിന്നെ ഞാൻ പറയണോട്ടാ. അല്ല ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെന്റ് പൂശാൻ സെന്റൊക്കെ നന്നായിട്ട് പൂശി പെട്ടിയുടെ ഒരു 5-6 ക്ലോസപ്പ് ഷോട്ട് എടുക്കാം നമുക്ക് ഇവിടെ. ഫോട്ടോസൊക്കെ എടുത്ത് പറയുമ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞ ഞാൻ അടുത്ത് ഞാനിപ്പോ പറഞ്ഞ ചേട്ടനല്ലേ? അത് ഞാൻ തന്നെ. എനിക്ക് വന്നു വന്നൊരു പരിചയമേ. ചേട്ടൻ ശരീരത്തെ ചൂടൊക്കെ കണ്ടു അല്ലേ? അതെ എന്നാ കഴിഞ്ഞേട്ടെ കുളിച്ചിട്ട് 10 ദിവസം
ചേട്ടാ ഇപ്പൊ വെളുത്ത് കൊക്കിനെ പോലെ ഇരിക്കണം അതെ, കൊക്കിനെ പോലെ. ശരിക്കും എനിക്ക് ചേട്ടാ ആ കൊച്ചു വെച്ചിട്ട് ഒരു പ്രയാസം മനസ്സിലാക്കുന്നുണ്ട്. അത് എങ്ങനെ അത് എത്ര 2 വയസ്സുള്ള കൊച്ചാന്ന് പറയുന്നത്? ഈ കൊക്കെന്ന് പറയുന്നത് കൊക്ക് എങ്ങനെ ഇരിക്കും? കൊക്ക് എങ്ങനെ ഇരിക്കുന്നു? ഈ കൈ കൊണ്ട് കൊണ്ടുവന്നേ. അതായത് ഇതിങ്ങനെ വളഞ്ഞിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഒടിഞ്ഞിട്ട്. ഓക്കെ, ഇതിങ്ങനെ ഇവിടെ തൊപ്പി നോക്കി, ഇവിടെ പിടിച്ച് കണ്ടാ കണ്ടാ. ആ ഇപ്പൊ കണ്ടില്ലേ? വളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കൊക്കിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ കൊക്കിരിക്കുന്നത്. മനസ്സിലായ? ഈ കൊക്കെന്ന് പറയുന്നത് വെളുത്ത് കൊക്കിനെ പോലെ ഇങ്ങനെ കൊക്കില്ലേ? കൊക്ക് പണ്ടത്തിലൊക്കെ ഓരോന്നാണ്. അത് തന്നെ പണ്ടത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമോ? അത് തന്നെ. അപ്പൊ പാല് വെളുപ്പ് ആകാശം ഇങ്ങനെ വെളുത്ത് കൊക്കിനെ പോലെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കൂലേ? അപ്പൊ എന്റെ പൊന്നി ഏട്ടാ, ഇതാണ് ശരിക്കും കൊക്ക്. ഇതാണ് കൊക്ക്. ഇത് ശരസി പോയി കൊച്ചല്ല, കൊച്ചിന്റെ അമ്മ തട്ടിപ്പോകും. അറിയാം കേട്ടാ. എന്നാ പരിപാടി